നെഗറ്റീവ് ചിന്തകളെ പലപ്പോഴും നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. നെഗറ്റീവ് ചിന്തകളുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് പിന്നീട് പ്രവർത്തിക്കേണ്ടതെന്നറിയാതെ നിശ്ചലരായിട്ട് നിന്നു പോകാറുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ നന്നായിട്ട് വിഷമിക്കും. പക്ഷെ പിന്നീട് നമുക്കൊരു കവചം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. കേൾക്കുന്നത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി പുറത്തേക്ക് വിടുക. ഇത് കുറച്ച് പ്രയാസമാണ്, എങ്കിലും നമ്മുടെ ഒരു ശ്രമം കൊണ്ട് തന്നെ അത് നേടിയെടുക്കാനായിട്ട് പറ്റും. സ്റ്റോപ്പ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്, STOP. ഇതിൽ എസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ വന്നു എന്ന് തോന്നുമ്പോൾ ഉടനെ തന്നെ ആ ചെയ്യുന്ന പ്രവൃത്തി നിർത്തിവെക്കുക. സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. സ്റ്റോപ്പിലെ T എന്ന് പറയുന്നത് ടേക്ക് എ ഡീപ്പ് ബ്രത്ത്. നന്നായിട്ടൊന്ന് ദീർഘനിശ്വാസം വിടുക. ദീർഘനിശ്വാസം വിടുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും നമുക്ക്. നമ്മുടെ മനസ്സ് ഫ്രീ ആയതുപോലെ തോന്നും. യോഗ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സുഖം കിട്ടും. മൂന്നാമത്തേത് O ആണ്. സ്റ്റോപ്പ് എന്നുള്ളതിലെ O. ഒബ്സേർവ് യുവർ തോട്ട്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് വിഷമിക്കുന്നത്? എന്ത് തരത്തിലുള്ള വിഷമിപ്പിക്കുന്ന ചിന്തകളാണ്, നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വന്നിരിക്കുന്നത്? അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഡിപ്രഷൻ അടിച്ചിരിക്കാതെ ആ വ്യക്തമായ വിഷമത്തെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഒബ്സർവ് ചെയ്യുക. പ്രൊസീഡ് വിത്ത് അവെയർനെസ് ആൻഡ് ഇൻറ്റൻഷൻ. അതാണ് സ്റ്റോപ്പിലെ P. നമ്മൾ കാര്യമെല്ലാം മനസ്സിലാക്കി എന്തിനെക്കുറിച്ച് ആലോചിച്ചാണ് വിഷമിക്കുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനിയും ഇത് നിസ്സാരമാണ്, ഞാൻ വെറുതെ ഇതിനെക്കുറിച്ചാണല്ലോ ആലോചിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ സമയം കളഞ്ഞത്. നമ്മുടെ മനസ്സിനെ സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് തുടർന്ന് നല്ല രീതിയിലേക്ക് പോകുന്നു. ഇതാണ് സ്റ്റോപ്പ് മെത്തേഡ്. ഈ സ്റ്റോപ്പ് മെത്തേഡ് കൊണ്ട് നമ്മുടെ വിഷമങ്ങളെ കുറച്ചൊക്കെ മാറ്റാൻ പറ്റും. അതേപോലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്.